നമസ്കാരം. അപ്പോൾ നമ്മുടെ ബോച്ചേട്ടി പാക്കിനോടൊപ്പം സമ്മാനമായി കിട്ടുന്ന ലക്കി ടിക്കറ്റ് കൂപ്പണിലൂടെ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് വിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 100 ആയിരിക്കാം, 200 ആയിരിക്കാം, 1000 ആയിരിക്കാം, ചിലപ്പോൾ 10,000 ആയിരിക്കാം. എത്ര എമൗണ്ട് ആണ് എങ്കിലും നമ്മളെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യണം, അല്ലെ, സേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അതെങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്യാനായിട്ട് പല ആളുകളും പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ bochetti.com ഗൂഗിളിൽ നമ്മളത് അടിച്ചു കൊടുത്തതിന് ശേഷം ആ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ എൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്തിടാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ഈ കിട്ടിയ എമൗണ്ട് എങ്ങനെ ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യണേ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ചെയ്യാൻ അറിയാത്തവർ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എമൗണ്ട് കിട്ടിയ ആളുകളുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യാമെന്നൊന്ന് കാണിക്കാം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കണ്ടില്ലേ, നമുക്കിവിടെ ബോച്ചേട്ടി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് കണ്ടില്ലേ, നമ്മൾ കൂപ്പൺ സ്കാൻ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടില്ലേ. അപ്പം ഇതിനകത്ത് കൺഗ്രാജുലേഷൻസ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു 100 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു 100 രൂപ കൂടി വിൻ ചെയ്തിട്ടുണ്ട്. ഈ 100 രൂപ 200 രൂപ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് bochetti.com അടിച്ചു കൊടുക്കാം. bochetti.com അടിച്ചു കൊടുത്ത് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ സൈഡിൽ 3 ലൈന് കണ്ടില്ലേ നിങ്ങൾ, ഈ 3 ലൈനിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ മൈ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ നമുക്ക് കാണാം. ഇതിൽ ഗ്രീൻ കളറിൽ കാണുന്ന ടിക്കറ്റിനാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് നമ്മുടെ മൈ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള ഒരു സ്പേസിനകത്ത് കാണിക്കും, കണ്ടോ. അപ്പോൾ ഈ എമൗണ്ട് 200 രൂപ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഈ 200 രൂപ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ എൻ്റർ യുവർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൺഫേം യുവർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് കാണിക്കുന്നുണ്ട്, എൻ്റർ IFSC കോഡ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബാങ്ക് നെയിം ചോദിക്കുന്നുണ്ട്, എൻ്റർ യുവർ ഇമെയിൽ ID. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുത്ത ശേഷം സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ഈ വരുന്ന 48 മണിക്കൂറിനകം നമ്മളെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് കയറും കേട്ടോ. 48 hours പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കാനായിട്ട്. അക്കൗണ്ട് നമ്പറും തെറ്റിപ്പോവരുത്. എന്നിട്ട് നമുക്ക് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതാ നമുക്ക് അത് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഓക്കെ.